Hi dear friends, welcome to Happy Maths Hour. Happy Maths Hourലേക്ക് സ്വാഗതം. ഞാൻ ആരതി. മെട്രിസസിൽ എക്സസൈസ് 3.3യിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 to ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുന്നേ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് നന്നായി അറിഞ്ഞിരിക്കണം. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്താണ് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ്? എ ട്രാൻസ്പോസ് ഈസ് എ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ. എയുടെ റോസും കോളംസും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് എ ട്രാൻസ്പോസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ റോയെ കോളം ആക്കിയിട്ട് എഴുതിയിട്ടാണ് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് കോളത്തിനെ റോയെ ആക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് റോയെ കോളം ആക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ടാണ് എല്ലാ പ്രോബ്ലത്തിലും ഞാൻ ആ രീതിയിൽ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സും നന്നായി അറിഞ്ഞിരിക്കണം. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസും നന്നായി അറിഞ്ഞിരിക്കണം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. Question number 1. Find the transpose of each of the following matrices. First question. നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഞാൻ ആ മെട്രിക്സിനെ എ എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എയുടെ ഫസ്റ്റ് റോ എ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആയി. എയുടെ സെക്കൻഡ് റോ എ ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആയി. എയുടെ തേർഡ് റോ എ ട്രാൻസ്പോസിൽ തേർഡ് കോളം ആയി. എ ട്രാൻസ്പോസ് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഞാൻ അതിന് എ എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എയുടെ ഫസ്റ്റ് റോ എ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആയി. എയുടെ സെക്കൻഡ് റോ എ ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആയി. എ ട്രാൻസ്പോസ് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ മെട്രിക്സ് എ. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എയുടെ ഫസ്റ്റ് റോ എ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആയി. എയുടെ സെക്കൻഡ് റോ എ ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആയി. എയുടെ തേർഡ് റോ എ ട്രാൻസ്പോസിൽ തേർഡ് കോളം ആയി. എ ട്രാൻസ്പോസ് കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 2. നമുക്കൊരു എ മെട്രിക്സും ബി മെട്രിക്സും തന്നിട്ടുണ്ട്. വെരിഫൈ ദാറ്റ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ആദ്യം നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എ പ്ലസ് ബി അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് എ മെട്രിക്സും തന്നിട്ടുണ്ട്, ബി മെട്രിക്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എ പ്ലസ് ബി കണ്ടുപിടിക്കാമല്ലോ. എന്താണ് എ പ്ലസ് ബി? ഇത് നമ്മുടെ മെട്രിക്സ് എ, ഇത് നമ്മുടെ മെട്രിക്സ് ബി. ഇനി നമുക്ക് എ പ്ലസ് ബി എഴുതാം. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതിയല്ലോ. -1 plus -4 equal to -5, 2 plus 1 equal to 3, 3 plus -5 equal to -2, 5 plus 1 equal to 6, 7 plus 2 equal to 9, 9 plus 0 equal to 9, -2 plus 1 equal to -1, 1 plus 3 equal to 4, 1 plus 1 equal to 2. നമുക്ക് a plus b കിട്ടി. ഇനി നമുക്ക് a plus b the whole transpose കണ്ടുപിടിക്കാം. a plus b നെ ഫസ്റ്റ് റോ a plus b the whole transpose ഫസ്റ്റ് കോളം ആകും. a plus b യുടെ സെക്കൻഡ് റോ a plus b the whole transpose സെക്കൻഡ് കോളം ആകും. a plus b യുടെ തേർഡ് റോ a plus b the whole transpose തേർഡ് കോളം ആകും. നമുക്ക് a plus b the whole transpose കിട്ടി. ഇനി നമുക്ക് a ട്രാൻസ്പോസ് പ്ലസ് b ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. a ട്രാൻസ്പോസ് പ്ലസ് b ട്രാൻസ്പോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് a ട്രാൻസ്പോസും b ട്രാൻസ്പോസും എന്താണെന്ന് അറിയണം.
നമുക്കിവിടെ എയും ബിയും തന്നിട്ടുണ്ട്. നമുക്കിനി എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും ആദ്യം കണ്ടുപിടിക്കാം. എന്താണ് എ ട്രാൻസ്പോസ്? എയുടെ ഫസ്റ്റ് റോ എ ട്രാൻസ്പോസിലെ ഫസ്റ്റ് കോളം ആകും. അതുപോലെ എയുടെ സെക്കൻഡ് റോ എ ട്രാൻസ്പോസിലെ സെക്കൻഡ് കോളം ആകും. അതുപോലെ എയുടെ തേർഡ് റോ എ ട്രാൻസ്പോസിലെ തേർഡ് കോളം ആകും. ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ്. ഇനി എന്താണ് ബി ട്രാൻസ്പോസ്? ബിയുടെ ഫസ്റ്റ് റോ ബി ട്രാൻസ്പോസിലെ ഫസ്റ്റ് കോളം ആകും. ബിയുടെ സെക്കൻഡ് റോ ബി ട്രാൻസ്പോസിലെ സെക്കൻഡ് കോളം ആകും. ബിയുടെ തേർഡ് റോ ബി ട്രാൻസ്പോസിലെ തേർഡ് കോളം ആകും. അങ്ങനെ നമുക്ക് ബി ട്രാൻസ്പോസും കിട്ടി. എ ട്രാൻസ്പോസും കിട്ടി, ബി ട്രാൻസ്പോസും കിട്ടി. ഇനി എന്താണ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്? ഇത് നമ്മുടെ എ ട്രാൻസ്പോസ്, ഇത് നമ്മുടെ ബി ട്രാൻസ്പോസ്. കറസ്പോണ്ടിങ് എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യാം. -1 plus -4 equal to -5. 5 plus 1 equal to 6. -2 plus 1 equal to -1. 2 plus 1 equal to 3. 7 plus 2 equal to 9. 1 plus 3 equal to 4. 3 plus -5 equal to -2. 9 plus 0 equal to 9. 1 plus 1 equal to 2. അങ്ങനെ നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസും കിട്ടി. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് നമുക്കൊരു മെട്രിക്സ് കിട്ടി. ഇനി എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസും നമുക്കൊരു മെട്രിക്സ് കിട്ടി. നോക്കിക്കേ, ഈ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസും എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസും സെയിം തന്നെ അല്ലേ കിട്ടിയത്? സെയിം മെട്രിക്സ് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് വെരിഫൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. എയും ബിയും തന്നിട്ടുണ്ട്. എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എ മൈനസ് ബി എന്താണെന്ന് അറിയണം. നമുക്ക് മെട്രിക്സ് എയും തന്നിട്ടുണ്ട്, മെട്രിക്സ് ബിയും തന്നിട്ടുണ്ട്. ഇനി സിമ്പിൾ ആയിട്ട് എ മൈനസ് ബി കണ്ടുപിടിച്ചൂടെ? എന്താണ് എ മൈനസ് ബി എന്ന് നോക്കാം. എ മൈനസ് ബി ഈക്വൽ ടു മെട്രിക്സ് എ മൈനസ് മെട്രിക്സ് ബി. എന്താണ് ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. -1 മൈനസ് -4 ഈക്വൽ ടു 3. 2 minus 1 equal to 1. 3 minus -5 equal to 8. 5 minus 1 equal to 4. 7 minus 2 equal to 5. 9 minus 0 equal to 9. Minus 2 minus 1 equal to -3. 1 minus 3 equal to -2. 1 minus 1 equal to 0. നമുക്ക് എ മൈനസ് ബി കിട്ടി. ഇനി നമുക്ക് എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ മൈനസ് ബിയുടെ ഫസ്റ്റ് റോ എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആകും. അതുപോലെ എ മൈനസ് ബിയുടെ സെക്കൻഡ് റോ എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആകും. അതുപോലെ എ മൈനസ് ബിയുടെ തേർഡ് റോ എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസിന്റെ തേർഡ് കോളം ആകും. അങ്ങനെ നമുക്ക് എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കിട്ടി. ഇനി നമുക്ക് എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും എന്താണെന്ന് അറിയണം. നമുക്ക് മെട്രിക്സ് എയും മെട്രിക്സ് ബിയും തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് എ ട്രാൻസ്പോസ്? എയുടെ ഫസ്റ്റ് റോ എ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആകും. എയുടെ സെക്കൻഡ് റോ എ ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആകും. എയുടെ തേർഡ് റോ എ ട്രാൻസ്പോസിൽ തേർഡ് കോളം ആകും. നോക്കിക്കേ, നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടി. ഇനി ബി ട്രാൻസ്പോസ് എന്താന്ന് നോക്കാം. ബിയുടെ ഫസ്റ്റ് റോ ബി ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആകും. ബിയുടെ സെക്കൻഡ് റോ ബി ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആകും. ബിയുടെ തേർഡ് റോ ബി ട്രാൻസ്പോസിൽ തേർഡ് കോളം ആകും. അങ്ങനെ നമുക്ക് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കിട്ടി. നമുക്ക് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും എന്താണെന്ന് അറിയാം. ഇനി എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ എ ട്രാൻസ്പോസ്, ഇത് നമ്മുടെ ബി ട്രാൻസ്പോസ്. -1 minus -4 equal to 3. 5 minus 1 equal to 4. -2 minus 1 equal to -3. 2 minus 1 equal to 1. 7 minus 2 equal to 5. 1 minus 3 equal to -2. 3
minus 5 equal to 8, 9 minus 0 equal to 9, 1 minus 1 equal to 0. ഇതാണ് A transpose minus B transpose. നമുക്ക് A minus B the whole transpose കിട്ടി, A transpose minus B transpose കിട്ടി. രണ്ടുപേരെ നോക്കിക്കേ, രണ്ടുപേരും ഈക്വൽ അല്ലേ? A minus B the whole transpose A transpose minus B transpose ഈക്വൽ അല്ലേ? അതുകൊണ്ട് A minus B the whole transpose equal to A transpose minus B transpose verified. Question number 3 first question, നമുക്ക് A transpose B തന്നിട്ടുണ്ട്. A plus B the whole transpose equal to A transpose plus B transpose verify ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് A plus B the whole transpose കണ്ടുപിടിക്കാം. A plus B the whole transpose കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് A plus B എന്താണെന്ന് അറിയണം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് B തന്നിട്ടുണ്ട്, പക്ഷെ A തന്നിട്ടില്ല, പകരം A transpose ആണ് തന്നിരിക്കുന്നത്. A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് A തന്നെ കിട്ടും. ഓക്കെ, നമുക്ക് ആദ്യം A കണ്ടുപിടിക്കാം. ഇവിടെ A ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്. ഈ A ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസ് ആണ് A. ഇനി നമുക്ക് A എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോ എയുടെ ഫസ്റ്റ് കോളം ആകും. A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോ എയുടെ സെക്കൻഡ് കോളം ആകും. A ട്രാൻസ്പോസിന്റെ തേർഡ് റോ എയുടെ തേർഡ് കോളം ആകും. അങ്ങനെ നമുക്ക് A കിട്ടി. ഇപ്പൊ നമുക്ക് എയും അറിയാം ബിയും അറിയാം. ഇനി A plus B കണ്ടുപിടിക്കാമല്ലോ. എന്താണ് A plus B? കറസ്പോണ്ടിങ് എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്താൽ പോരെ. ഇത് നമ്മുടെ മെട്രിക്സ് A, ഇത് നമ്മുടെ മെട്രിക്സ് B. ആഡ് ചെയ്യാം. 3 plus minus 1 equal to 2, minus 1 plus 2 equal to 1, 0 plus 1 equal to 1, 4 plus 1 equal to 5, 2 plus 2 equal to 4, 1 plus 3 equal to 4. നമുക്ക് A plus B കിട്ടി. ഇനി നമുക്ക് A plus B the whole transpose കണ്ടുപിടിക്കാം. എന്താണ് A plus B the whole transpose? എയുടെ ഫസ്റ്റ് റോ A plus B the whole transpose ഫസ്റ്റ് കോളം ആകും. അതുപോലെ എയുടെ സെക്കൻഡ് റോ A plus B the whole transpose സെക്കൻഡ് കോളം ആകും. അങ്ങനെ നമുക്ക് A plus B the whole transpose കിട്ടി. ഇനി A transpose plus B transpose കണ്ടുപിടിക്കാം. A transpose plus B transpose കണ്ടുപിടിക്കാൻ A ട്രാൻസ്പോസും B ട്രാൻസ്പോസും എന്താണെന്ന് അറിയണം. A ട്രാൻസ്പോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. B ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് B ട്രാൻസ്പോസ്? B മെട്രിക്സിന്റെ ഫസ്റ്റ് റോ B ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആകും. B മെട്രിക്സിന്റെ സെക്കൻഡ് റോ B ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആകും. നമുക്ക് B ട്രാൻസ്പോസ് കിട്ടി. A ട്രാൻസ്പോസും B ട്രാൻസ്പോസും അറിയാം. ഇനി A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്? ഇത് നമ്മുടെ A ട്രാൻസ്പോസ്, ഇത് B ട്രാൻസ്പോസ്. 3 plus minus 1 equal to 2, 4 plus 1 equal to 5, minus 1 plus 2 equal to 1, 2 plus 2 equal to 4, 0 plus 1 equal to 1, 1 plus 3 equal to 4. നമുക്ക് A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് കിട്ടി. A plus B the whole transpose കിട്ടി. A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് കിട്ടി. നോക്കിക്കേ, A plus B the whole transpose തന്നല്ലേ A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. രണ്ടും സെയിം മെട്രിക്സ് തന്നെയാണല്ലോ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A plus B the whole transpose equal to A transpose plus B transpose. Verified. Question number 3 സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്ക് A ട്രാൻസ്പോസും B ട്രാൻസ്പോസും തന്നിട്ടുണ്ട്. A minus B the whole transpose equal to A transpose minus B transpose വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് A minus B the whole transpose കണ്ടുപിടിക്കാം. A minus B the whole transpose കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് A minus B എന്താണെന്ന് അറിയണം. B നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, A തന്നിട്ടില്ല, പകരം A ട്രാൻസ്പോസ് ആണ് തന്നിരിക്കുന്നത്. A ട്രാൻസ്പോസിൽ നിന്ന് നമുക്ക് A എങ്ങനെ കണ്ടുപിടിക്കാം? A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് ആരെ കിട്ടും? A തന്നെ കിട്ടും. ആദ്യം നമുക്ക് A കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് A ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് A എങ്ങനെ എഴുതാമെന്ന് നോക്കാം. A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോ എയുടെ ഫസ്റ്റ് കോളം ആകും. A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോ എയുടെ സെക്കൻഡ് കോളം ആകും. A ട്രാൻസ്പോസിന്റെ തേർഡ് റോ എയുടെ തേർഡ് കോളം ആകും. അങ്ങനെ നമുക്ക് A കിട്ടി.
ഇനി എയും ബിയും അറിയാലോ, എ മൈനസ് ബി കണ്ടുപിടിക്കാം. എന്താണ് എ മൈനസ് ബി? മെട്രിക്സ് എ മൈനസ് മെട്രിക്സ് ബി. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തേ. 3 മൈനസ് മൈനസ് 1 ഈക്വൽ ടു 4, മൈനസ് 1 മൈനസ് 2 ഈക്വൽ ടു മൈനസ് 3, 0 minus 1 equal to minus 1, 4 minus 1 equal to 3, 2 minus 2 equal to 0, 1 minus 3 equal to minus 2. നമുക്ക് അങ്ങനെ a minus b കിട്ടി. ഇനി a minus b the whole transpose എങ്ങനെ കണ്ടുപിടിക്കും? a minus b യുടെ ഫസ്റ്റ് റോ a minus b the whole transpose ഫസ്റ്റ് കോളം ആകും. a minus b യുടെ സെക്കൻഡ് റോ a minus b the whole transpose സെക്കൻഡ് കോളം ആകും. നമുക്ക് അങ്ങനെ a minus b the whole transpose കിട്ടി. ഇതാണ് നമ്മുടെ a minus b the whole transpose. ഇനി നമുക്ക് a transpose minus b transpose കണ്ടുപിടിക്കാം. a transpose എന്താണെന്ന് അറിയാം, b transpose എന്താണെന്ന് അറിയാം. ഇനി a transpose minus b transpose സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തേ. ഇത് നമ്മുടെ a transpose, ഇത് b transpose. 3 minus minus 1 equal to 4, 4 minus 1 equal to 3, minus 1 minus 2 equal to minus 3, 2 minus 2 equal to 0, 0 minus 1 equal to minus 1, 1 minus 3 equal to minus 2. നമുക്ക് a transpose minus b transpose കിട്ടി. നമുക്ക് a minus b the whole transpose കിട്ടി. a transpose minus b transpose കിട്ടി. നോക്കിക്കേ, രണ്ടുപേരും ഈക്വൽ അല്ലേ? a മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് തന്നല്ലേ a ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് ആയിട്ട് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? a മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു a ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് വെരിഫൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 4, a ട്രാൻസ്പോസും ബിയും തന്നിട്ടുണ്ട്. നമ്മളോട് a പ്ലസ് 2b ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. a പ്ലസ് 2b the whole transpose കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ a plus 2b കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് b തന്നിട്ടുണ്ട്, പക്ഷെ a തന്നിട്ടില്ല. പകരം a ട്രാൻസ്പോസ് ആണ് തന്നിരിക്കുന്നത്. a ട്രാൻസ്പോസിൽ നിന്ന് നമുക്ക് എങ്ങനെ a കണ്ടുപിടിക്കാം? a ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് a കിട്ടും. നമുക്ക് ആദ്യം a കണ്ടുപിടിക്കാം. നമുക്ക് a ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് എങ്ങനെ a കണ്ടുപിടിക്കാൻ നോക്കാം. a ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. a ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോ a യുടെ ഫസ്റ്റ് കോളം ആകും. a ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോ a യുടെ സെക്കൻഡ് കോളം ആകും. നമുക്ക് a കിട്ടി. ഇനി നമുക്ക് 2b കണ്ടുപിടിക്കാം. 2b എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക്സ് b യിലെ ഓരോ എലിമെന്റിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. 2b ഈക്വൽ ടു 2 ഇൻറ്റു മെട്രിക്സ് b. b മെട്രിക്സിലെ ഓരോ എലിമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 2 into minus 1 equal to minus 2, 2 into 0, 0, 2 into 1, 2, 2 into 2, 4. ഇതാണ് നമ്മുടെ 2b. നമുക്കിപ്പം എയും അറിയാം 2bയും അറിയാം. a plus 2b കണ്ടുപിടിക്കാമല്ലോ. a plus 2b എന്താണ്? എയും 2bയും തമ്മിൽ ആഡ് ചെയ്താൽ മതി. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. minus 2 plus minus 2 equal to minus 4, 1 plus 0 equal to 1, 3 plus 2 equal to 5, 2 plus 4 equal to 6. നമുക്ക് a plus 2b കിട്ടി. a plus 2b യുടെ ട്രാൻസ്പോസ് എടുക്കാൻ കഴിയും നമുക്ക്. a plus 2b യുടെ ട്രാൻസ്പോസ് എന്താണ്? a plus 2b യുടെ ഫസ്റ്റ് റോ a plus 2b ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം ആകും. a plus 2b യുടെ സെക്കൻഡ് റോ a plus 2b the whole ട്രാൻസ്പോസിലെ സെക്കൻഡ് കോളവും ആകും. ഇതാണ് നമ്മുടെ a plus 2b the whole ട്രാൻസ്പോസിന്റെ ഫൈനൽ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് എയും മെട്രിക്സ് ബിയും തന്നിട്ടുണ്ട്. a b the whole transpose equal to b transpose into a transpose എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. a b ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. a b ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് a b കണ്ടുപിടിക്കണം. എന്താണ് മെട്രിക്സ് a യുടെ ഓർഡർ? 3/1. ഓക്കെ, മെട്രിക്സ് b യുടെ ഓർഡർ എന്താണ്? 1/3. ഇനി c ഈക്വൽ ടു എ ബി. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് സിയുടെ ഓർഡർ എന്ത് വരും? 3/3 എന്ന് വരും.
ഇനി നമുക്ക് ഈ സി മെട്രിക്സ് കണ്ടുപിടിക്കാം. ഓരോരോ എലിമെന്റ് ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ് C11? എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. മൾട്ടിപ്ലൈ ചെയ്തേ 1 into -1. 1 into -1 എന്ന് പറഞ്ഞാൽ -1 തന്നെ കിട്ടും. C11 equal to -1. C12 എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 2. 1 into 2ന്റെ ആൻസർ നമുക്ക് 2 എന്ന് കിട്ടും. C12 equal to 2. C13 എയുടെ ഫസ്റ്റ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 1. 1 into 1 നമുക്ക് എന്ത് കിട്ടും? 1 തന്നെ കിട്ടും. C13 equal to 1. C21 എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -4 into -1. -4 into -1 നമുക്ക് 4 തന്നെ കിട്ടും. C21 equal to 4. C22 എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -4 into 2. -4 into 2 equal to -8. C22 equal to -8. C23 എയുടെ സെക്കൻഡ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -4 into 1. -4 into 1 നമുക്ക് എന്ത് കിട്ടും? -4 തന്നെ കിട്ടും. C23 equal to -4. C31 എയുടെ തേർഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 3 into -1. 3 into -1 നമുക്ക് -3 തന്നെ കിട്ടും. C31 equal to -3. C32 എയുടെ തേർഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 3 into 2. 3 into 2 നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. C32 equal to 6. C33 എയുടെ തേർഡ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 3 into 1. 3 into 1 നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. C33 equal to 3. നമുക്ക് AB കിട്ടി. ഇനി നമുക്ക് AB ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എങ്ങനെ AB ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്? ABയുടെ ഫസ്റ്റ് റോ AB ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആകും. ABയുടെ സെക്കൻഡ് റോ AB ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആകും. ABയുടെ തേർഡ് റോ AB ട്രാൻസ്പോസിൽ തേർഡ് കോളം ആകും. ഇതാണ് നമ്മുടെ AB ട്രാൻസ്പോസ്. ഇനി നമുക്ക് B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് B ട്രാൻസ്പോസും A ട്രാൻസ്പോസും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് മെട്രിക്സ് എയുടെ ഓർഡർ? മെട്രിക്സ് എയുടെ ഓർഡർ 3/1 ആണ്. എന്താണ് A ട്രാൻസ്പോസ്? എയുടെ ഫസ്റ്റ് റോ A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം ആകും. എയുടെ സെക്കൻഡ് റോ A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളം ആകും. എയുടെ തേർഡ് റോ A ട്രാൻസ്പോസിന്റെ തേർഡ് കോളം ആകും. ഇതാണ് നമ്മുടെ A ട്രാൻസ്പോസ്. എന്താണ് A ട്രാൻസ്പോസിന്റെ ഓർഡർ? 1/3. ഇനി നമുക്ക് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് ബിയുടെ ഓർഡർ? ബിയുടെ ഓർഡർ 1/3 ആണ്. നമുക്ക് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. ബിയുടെ ഫസ്റ്റ് റോ B ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം ആകും. ഇതാണ് നമ്മുടെ B ട്രാൻസ്പോസ്. എന്താണ് B ട്രാൻസ്പോസിന്റെ ഓർഡർ? B ട്രാൻസ്പോസിന്റെ ഓർഡർ 3/1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. അത് നമുക്ക് ഒരു D എന്നൊരു മെട്രിക്സ് ആയിട്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിയുടെ ഓർഡർ എന്ത് വരും? B ട്രാൻസ്പോസിന്റെ ഓർഡർ 3/1. A ട്രാൻസ്പോസിന്റെ ഓർഡർ 1/3. അപ്പോൾ ഡിയുടെ ഓർഡർ നമുക്ക് എന്ത് കിട്ടും? 3/3. നമുക്കിനി ഈ D മെട്രിക്സ് കണ്ടുപിടിക്കാം. D11 B ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -1 into 1 equal to -1. D11 equal to -1. D12 B ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -1 into -4 equal to 4. D12 equal to 4. D13 B ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും
A ട്രാൻസ്പോസിന്റെ തേർഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -1 into 3 equal to -3. D13 equal to -3. D21 B ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 1 2 into 1 equal to 2. D21 equal to 2. D22 B ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into -4 2 into -4 equal to -8. D22 equal to -8. D23 B ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും A ട്രാൻസ്പോസിന്റെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 3 equal to 6. D23 equal to 6. D31 B ട്രാൻസ്പോസിന്റെ തേർഡ് റോയും A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 1 equal to 1. D31 equal to 1. D32 B ട്രാൻസ്പോസിന്റെ തേർഡ് റോയും A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into -4 1 into -4 equal to -4. D32 equal to -4. B ട്രാൻസ്പോസിന്റെ തേർഡ് റോയും A ട്രാൻസ്പോസിന്റെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 3 1 into 3 equal to 3. D33 equal to 3. നമുക്ക് B ട്രാൻസ്പോസ് into A ട്രാൻസ്പോസ് കിട്ടി. A B ട്രാൻസ്പോസും കിട്ടി. B ട്രാൻസ്പോസ് into A ട്രാൻസ്പോസും കിട്ടി. രണ്ടും സെയിം മെട്രിക്സ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A B ട്രാൻസ്പോസ് equal to B ട്രാൻസ്പോസ് into A ട്രാൻസ്പോസ് verified. ക്വസ്റ്റ്യൻ നമ്പർ 5 സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. A B ട്രാൻസ്പോസ് equal to B ട്രാൻസ്പോസ് into A ട്രാൻസ്പോസ് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. A B ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. A B ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് A B കണ്ടുപിടിക്കണം. എന്താണ് മെട്രിക്സ് എയുടെ ഓർഡർ? മെട്രിക്സ് എയുടെ ഓർഡർ 3/1. ഇനി മെട്രിക്സ് ബിയുടെ ഓർഡർ എന്താണ്? 1/3. ഇനി C equal to AB. അങ്ങനെയാണ് മെട്രിക്സ് സിയുടെ ഓർഡർ എന്താണ് നമുക്ക് കിട്ടുന്നത്? 3/3. ഇനി നമുക്ക് ഈ C മെട്രിക്സ് കണ്ടുപിടിക്കാം. C11 എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 0 into 1 0 into 1 നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് തന്നെ കിട്ടും. C11 equal to 0. C12 എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 0 into 5 0 into 5 നമുക്ക് 0 എന്ന് തന്നെ കിട്ടും. C12 equal to 0. C13 എയുടെ ഫസ്റ്റ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 0 into 7 0 into 7 equal to 0. C13 equal to 0. C21 എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 1 1 into 1 എന്താണ്? 1. C21 equal to 1. C22 എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 5 1 into 5 എന്താണ്? 5. C22 equal to 5. C23 എയുടെ സെക്കൻഡ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 7 1 into 7 എന്താണ്? 7. C23 equal to 7. C31 എയുടെ തേർഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 1 2 into 1 equal to 2. C31 equal to 2. C32 എയുടെ തേർഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 5 2 into 5 equal to 10. C32 equal to 10. C33 എയുടെ തേർഡ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 7 equal to 14. C33 equal to 14. നമുക്ക് AB കിട്ടി. AB അറിയാമല്ലോ. അപ്പോൾ AB ട്രാൻസ്പോസ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണെന്ന് നോക്കാം. ABയുടെ ഫസ്റ്റ് റോ AB ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം ആകും. ABയുടെ സെക്കൻഡ് റോ AB ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളം ആകും. ABയുടെ തേർഡ് റോ AB ട്രാൻസ്പോസിന്റെ തേർഡ് കോളം ആകും. ഇതാണ് നമ്മുടെ AB ട്രാൻസ്പോസ്. ഇനി നമുക്ക് B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് B ട്രാൻസ്പോസും A ട്രാൻസ്പോസും എന്താണെന്ന് അറിയണം. നമുക്ക് ആദ്യം A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് മെട്രിക്സ് എയുടെ ഓർഡർ? മെട്രിക്സ് എയുടെ ഓർഡർ 3/1. ഇനി നമുക്ക് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എയുടെ ഫസ്റ്റ് റോ A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം ആയി. എയുടെ സെക്കൻഡ് റോ A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളം ആയി. എയുടെ തേർഡ് റോ
A ട്രാൻസ്പോസിന്റെ തേർഡ് കോളമായി. ഇതാണ് നമ്മുടെ A ട്രാൻസ്പോസ്. എന്താണ് A ട്രാൻസ്പോസിന്റെ ഓർഡർ? 1/3. ഇനി നമുക്ക് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് B യുടെ ഓർഡർ? 1/3. ഇനി നമുക്ക് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. B യുടെ ഫസ്റ്റ് റോ B ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളമായി. B ട്രാൻസ്പോസിന്റെ ഓർഡർ എന്താണ്? 3/1. ഇനി നമ്മളോട് B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. B ട്രാൻസ്പോസിന്റെ ഓർഡർ 3/1, A ട്രാൻസ്പോസിന്റെ ഓർഡർ 1/3. നമുക്ക് D ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് ഡിയുടെ ഓർഡർ നമുക്ക് എന്ത് കിട്ടും? 3/3. നമുക്കിനി ഈ 3/3 മെട്രിക്സ് കണ്ടുപിടിക്കാം. B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പോവാണ്. D11. B ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 0 equal to 0. D11 equal to 0. D12. B ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 1. 1 into 1 equal to 1. D12 equal to 1. D13. B ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും A ട്രാൻസ്പോസിന്റെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 2. 1 into 2 equal to 2. D13 equal to 2. D21. B ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 5 into 0. 5 into 0 equal to 0. D21 equal to 0. D22. B ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 5 into 1. 5 into 1 equal to 5. D22 equal to 5. D23. B ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും A ട്രാൻസ്പോസിന്റെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 5 into 2. 5 into 2 equal to 10. D23 equal to 10. D31. B ട്രാൻസ്പോസിന്റെ തേർഡ് റോയും A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 7 into 0. 7 into 0 equal to 0. D31 equal to 0. D32. B ട്രാൻസ്പോസിന്റെ തേർഡ് റോയും A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 7 into 1. 7 into 1 equal to 7. D32 equal to 7. D33. B ട്രാൻസ്പോസിന്റെ തേർഡ് റോയും A ട്രാൻസ്പോസിന്റെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 7 into 2. 7 into 2 equal to 14. D33 equal to 14. നമുക്ക് B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് കിട്ടി. ഇതാണ് നമ്മുടെ B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. നമ്മൾ A B ട്രാൻസ്പോസും കണ്ടുപിടിച്ചു, B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസും കണ്ടുപിടിച്ചു. രണ്ടും സെയിം മെട്രിക്സ് അല്ലേ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A B ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് വെരിഫൈഡ്. Question number 6. First question. If A equal to cos alpha sin alpha minus sin alpha cos alpha, verify that A transpose into A equal to identity matrix I. നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് A തന്നിട്ടുണ്ട്. A transpose into A equal to identity matrix I എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. A transpose into A equal to I എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ A തന്നിട്ടുണ്ട്. നമുക്കിനി A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് A ട്രാൻസ്പോസ്? നമ്മുടെ മെട്രിക്സ് A യുടെ ഫസ്റ്റ് റോ A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം ആകും. അതുപോലെ A യുടെ സെക്കൻഡ് റോ A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളം ആകും. ഓക്കെ, ഇതാണ് നമ്മുടെ A ട്രാൻസ്പോസ്. A ട്രാൻസ്പോസ് ഈക്വൽ ടു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫ. നമുക്ക് എയും കിട്ടി, A ട്രാൻസ്പോസും കിട്ടി. ഇനി നമുക്ക് C ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു A ചെയ്യാം. സിയുടെ ഓർഡർ എന്തായിരിക്കും? 2/2 ആയിരിക്കും. നമുക്ക് C ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു A ആദ്യം കണ്ടുപിടിക്കാം. C11. A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും A യുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ എന്താണ്? സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ. മൈനസ് ക്യാൻസൽ ആവും. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ നമുക്ക് കോസ് സ്ക്വയർ ആൽഫ എന്ന് എഴുതാം. സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ നമുക്ക് സൈൻ സ്ക്വയർ ആൽഫ എന്ന് എഴുതാം. എന്താണ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ? 1. C12. A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും A യുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും.
C21 A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും എയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ, അതായത് മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. C21 ഈക്വൽ ടു 0. C22 A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും എയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ. എന്താണ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ? സൈൻ സ്ക്വയർ ആൽഫ. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ എന്താ? കോസ് സ്ക്വയർ ആൽഫ. സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്താണ്? 1. നമുക്ക് A ട്രാൻസ്പോസ് ഇൻറ്റു A കിട്ടി. എന്താണ് A ട്രാൻസ്പോസ് ഇൻറ്റു A? 1 0 0 1. എന്താണ് ഈ 1 0 0 1? ഈ മെട്രിക്സ് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? ഐഡന്റിറ്റി മെട്രിക്സ്. എന്താണ് ഒരു ഐഡന്റിറ്റി മെട്രിക്സ്? നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സസ് എന്ന ടോപ്പിക്കിൽ പഠിച്ചതാണ്. എന്താണ് ഒരു ഐഡന്റിറ്റി മെട്രിക്സ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡയഗണൽ മെട്രിക്സ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഡയഗണൽ എലിമെന്റ്സിന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. നമുക്ക് A ട്രാൻസ്പോസ് ഇൻറ്റു A നമുക്കൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A ട്രാൻസ്പോസ് ഇൻറ്റു A ഈക്വൽ ടു I. ക്വസ്റ്റ്യൻ നമ്പർ 6ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു മെട്രിക്സ് A തന്നിട്ടുണ്ട്. സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. വെരിഫൈ ദാറ്റ് A ട്രാൻസ്പോസ് ഇൻറ്റു A ഈക്വൽ ടു I. മെട്രിക്സ് A തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് A ട്രാൻസ്പോസ്? എയുടെ ഫസ്റ്റ് റോ A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം ആയി, എയുടെ സെക്കൻഡ് റോ A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളം ആയി. ഇനി എന്താണ് A ട്രാൻസ്പോസ്? സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ. നമുക്ക് A ട്രാൻസ്പോസും അറിയാം, എയും അറിയാം. ഇനി C ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു A നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? സിയുടെ ഓർഡർ 2/2. C11 A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും എയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് മൈനസ് കോസ് ആൽഫ ഇൻറ്റു മൈനസ് കോസ് ആൽഫ. മൈനസ് കോസ് ആൽഫ ഇൻറ്റു മൈനസ് കോസ് ആൽഫ നമുക്ക് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ എന്ന് എഴുതിയാൽ മതിയല്ലോ. മൈനസ് ക്യാൻസൽ ആയി പോകും. സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ നമുക്ക് 1 കിട്ടും. C11 ഈക്വൽ ടു 1. C12 A ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയും എയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ പ്ലസ് മൈനസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ. ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. C12 ഈക്വൽ ടു 0. C21 A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും എയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് കോസ് ആൽഫ. അതിനെ നമുക്ക് മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് എഴുതാം. ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. C21 ഈക്വൽ ടു 0. C22 A ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോയും എയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ നമുക്ക് കോസ് സ്ക്വയർ ആൽഫ എന്ന് എഴുതാം. സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ നമുക്ക് സൈൻ സ്ക്വയർ ആൽഫ എന്ന് എഴുതാം. എന്താണ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ? 1 അല്ലേ? ഇതാണ് നമ്മുടെ A ട്രാൻസ്പോസ് ഇൻറ്റു A. A ട്രാൻസ്പോസ് ഇൻറ്റു A നമുക്ക് എന്താണ് കിട്ടിയത്? 1 0 0 1. ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? ഐഡന്റിറ്റി മെട്രിക്സ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A ട്രാൻസ്പോസ് ഇൻറ്റു A ഈക്വൽ ടു I വെരിഫൈഡ്. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.